ഹായ് ഗൈസ്, മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ലാലേട്ട. കുറെ കാലമായി പഴയ ലാലേട്ടനെ മിസ്സായി, കാണാൻ പറ്റുന്നില്ല, ഇനി വരൂല, ലാലേട്ടനൊക്കെ പോയി പഴങ്കഥകളൊക്കെ പറഞ്ഞ് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാരും ചവിട്ടി താഴ്ത്തി അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടരുന്നില്ല സിനിമ വൻ ഹിറ്റായതോടുകൂടി ലാലേട്ടന്റെ ഒരു താര പദവി, സ്റ്റാർഡം, അതുപോലെ തന്നെ ലാലേട്ടന്റെ അഭിനയം എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് തുടരുന്നില്ല സിനിമയിലൂടെ തരുൺ മൂർത്തി. അപ്പം സിനിമ ഇപ്പം 228 കോടി വേൾഡ് വൈഡ് കളക്ഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് പോകാന്ന്. ഇന്ത്യയിൽ മാത്രം 136 കോടി, ബാക്കി ഓവർസീസ് കളക്ഷനാണ് ബാക്കിയുള്ളത്. ഒരു മാസത്തിന്റെ ഒരു ഇടവേള ഗ്യാപ്പില് 200 കോടി അടിച്ചിട്ടാണ് ലാലേട്ടൻ നിൽക്കുന്നത്. എമ്പുരാൻ L2 200 കോടി കടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടരും 228 കോടി ആയിട്ടാണ് ഉള്ളത്. 3 മലയാള സിനിമ മാത്രമേ ഉള്ളൂ 200 കോടി കടന്നിട്ടുള്ളത്. ആദ്യത്തത് മഞ്ഞുമൽ ബോയ്സ്, പിന്നെ L2 എമ്പുരാൻ, പിന്നെ നമ്മളിപ്പോൾ ഇത് തുടരും. എന്തായാലും തുടരും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാണ്. 27 ദിവസത്തിനടുത്ത് ഒരു മാസത്തിന്റെ കളക്ഷനാണ് ഇത്. ഏത് ലെവൽ ഓഫ് കളക്ഷനാണ് ഇത് എത്തിച്ചേരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയണം. ലാലേട്ടൻ എല്ലാ ബർത്ത്ഡേക്കും മാഷപ്പ് വീഡിയോസ് വരാറുണ്ട്. പക്ഷെ ഈ ഒരു ബർത്ത്ഡേ ലാലേട്ടന് ഭയങ്കര സ്പെഷ്യലാണ്. 2 ഹിറ്റുകൾ അടിച്ച് നിൽക്കുവാണ്. ഈ മാഷപ്പ് വീഡിയോയിൽ ഒരു മാഷപ്പ് വീഡിയോ ഞാൻ ഇപ്പൊ റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വായോ. ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ദൈവം അഴിച്ചുവെച്ച തിരുവസ്ത്രം എടുത്തണിയാൻ അവർ തുനിഞ്ഞപ്പോൾ അതുവരെ വെളിച്ചത്തിൽ ഒളിച്ചു നിന്നു. ഇരുളിൽ പറന്നു ഒരു ബഹുരൂപം അവരുടെ മുന്നിൽ ഒരു കൊള്ളിയാൻ പോലെ അവതരിച്ചു. മലയാളികൾ കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം അഹങ്കാരം. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. There's only one Mohanlal that happens. One. It will be like a light on us. ആനി മോനെ സ്നേഹിക്കുന്നുള്ളേ, മാഗിക്ക് എന്നെ സ്നേഹിക്കാം. ഒന്നാംകിളി പൊന്നാംകിളി വന്നാംകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാംകിളി കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കിളി ചുണ്ടൻ മാമ്പഴമീ കിളി കൊത്താ തേമ്പഴമീ തളി ചുണ്ടിൽ പൂത്തിരി. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന ഇപ്പോഴത്തെ ഒരു കമന്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പഴയ മോഹൻലാലിനെ വേണം. അഭിനയത്തിൽ അനായാസത കൈമുതലാക്കിയ അസാമാന്യ പ്രതിഭയെന്ന് ലോകം തന്നെ വാഴ്ത്തിയ നടൻ. പക്ഷേ ആ ലാലേട്ടനെ എവിടെയോ മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ മുറവിളി. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്നു ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുകയാണ്. സത്യം പറയാൻ കൊതിയാണ്. സമീപകാല സിനിമകൾ കടുത്ത മോഹൻലാൽ ആരാധകർക്ക് പോലും സമ്മാനിച്ചത് നിരാശയാണെന്നുള്ളതാണ് സത്യം. നെയ്യാറ്റിൻകര ഗോപനും ലക്കി സിംഗും കാളിദാസും ഒന്നും മലയാളി കാഴ്ചക്കാരെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് സമ്മതിക്കാം. മോഹൻലാലിന്റെ താര പദവി അവസാനിച്ചു.
രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. ഞാൻ വരും, തൂണ് പിളർന്നും വരും. സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ചാറും മൂടിയ കനലിന് മീതെ കാറ്റ് വീശട്ടെ, അതൊരു കനൽ കാറ്റാവട്ടെ. I am coming back. ഇപ്പോൾ മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ട് ഒരു 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാൽ അങ്ങ് കുറ്റം പറയുന്നത് അങ്ങനെയായിപ്പോൾ ഇങ്ങനെയായിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞിച്ചിട്ട് വിളിച്ചു. ഒറ്റ പടം മതി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. നീ ഒന്ന് തടയാൻ പറ പവിത്ര. ഇതിലെത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. വാ, ഒറ്റ തന്തയ്ക്കുണ്ടായതാണ്. പറ. പടം അതൊരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊണ്ട് ഇറങ്ങി. ലാലേട്ടൻ is back. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? History tells us that powerful people come from powerful places. History was wrong. Powerful people make places powerful. ഒരേ ഒരു രാജാവ്. സത്യം, ഒരേ ഒരു രാജാവ്. നാച്ചുറൽ ആക്ടിങ്ങില് ലാലേട്ടന് വെല്ലം വേറൊരു നടൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് 200 crore L2 എമ്പുരാന് കിട്ടിയെങ്കിലും ലാലേട്ടനെ തിരിച്ചു കിട്ടിയത് സത്യം പറഞ്ഞാൽ തുടരും നല്ല സിനിമയിലൂടെയാണ്. തരുൺമൂർത്തിക്ക് മാത്രം തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയുള്ളൂ. ലാലേട്ടൻ പടം വൃഷഭയുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഗംഭീര പോസ്റ്ററാണ്. വൃഷഭ ഒരു വൻ പേരോടുകൂടി വരുന്നുണ്ട്. ഭയങ്കര ഒരു ഹെവി എക്സ്പെക്ടേഷനിൽ വരുന്ന ഒരു പടമാണ്. അതിന്റെ മോഷൻ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓ എന്നാ ലുക്ക്. കിടുവായിട്ടുണ്ട്. നന്ദകിഷോർ ഡയറക്ട് ചെയ്ത് ദേവി ശ്രീപ്രസാദ് മ്യൂസിക്കിൽ വരുന്ന ഒരു പടമാണ്. ഒക്ടോബറിലാണ് ഇറങ്ങാൻ പോകുന്നത്. 2 എനിമീസ്, അതായത് കഴിഞ്ഞ ജന്മത്തില് വലിയ ശത്രുക്കളായ 2 പേർ ഈ ജന്മത്തിൽ അച്ഛനും മകനുമായിട്ട് മാറുന്ന സ്റ്റോറിയാണ് ഇത് വരുന്നത്. നല്ല സ്റ്റോറി തന്നെയാണ്, കേൾക്കാത്ത സ്റ്റോറിയാണ്. ഇത് എങ്ങനെയാവുമെന്ന് കാണാനുള്ള വെയിറ്റിംഗ് ഉണ്ട്. കാരണം അതിന്റെ പോസ്റ്ററൊക്കെ ഹെവി ഫീലിംഗ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു മോശം പോസ്റ്ററും കിടക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൃദയപൂർവ്വം ഇറങ്ങാൻ പോകുന്നുണ്ട്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് സംഗീത് പ്രതാപ് ഉണ്ട്, മാളവിക മോഹൻ ഉണ്ട്. അതിന്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സത്യൻ അന്തിക്കാട് പടങ്ങൾ എപ്പോഴും ഒരു ഫീൽ ഗുഡ് മൂവികളായിരിക്കും. പക്ഷെ ഈ ഫീൽ ഗുഡ് മാറ്റാൻ കഴിവില്ല ഒരു ആക്ടർ ഇതിലുണ്ട്. സംഗീത് പ്രതാപ് ഉണ്ട്. പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ജോണറിലേക്ക് ഇത് മാറുമെന്ന്. സംഗീത് പ്രതാപിന്റെ ഒരൊറ്റ റോള് കൊണ്ടാണ് തുടരുന്നില്ല സിനിമ ആ ഒരു ട്രാക്ക് മാറി ത്രില്ലർ പിടിച്ചേക്കുന്നത്. പക്ഷെ സത്യൻ അന്തിക്കാട് പടങ്ങൾ എപ്പോഴും ഫീൽ ഗുഡ് ആണ്, അല്ലാതെ ഒരു ത്രില്ലർ മോഡല് ഇതുവരെ പടം എടുത്ത് കണ്ടിട്ടില്ല. സത്യൻ അന്തിക്കാട് ഈ ഒരു അടുത്ത കാലത്ത് വന്ന പടങ്ങൾ, അതായത് എന്താ പറയാ രസതന്ത്രം, അങ്ങനെ ഒരുപാട് മോഹൻലാൽ പടങ്ങളുണ്ട്. ഉപദേശം മോഡലിലൊക്കെ എടുത്ത് ആ മോഡൽ എടുക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മുൻകാല സത്യൻ അന്തിക്കാട് പടങ്ങളിൽ അങ്ങനെ ഉപദേശങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഡയറക്റ്റായിട്ട് ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ ഉപദേശങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ സിനിമയിലെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു ഉപദേശമായിരിക്കും, അത് ഓക്കെയാണ്. അല്ലാതെ ഈ പറഞ്ഞു ഉപദേശിക്കുന്ന റീസെന്റ് ആയിട്ട് സത്യൻ അന്തിക്കാട് എടുത്തിട്ടില്ല. ആ ഒരു മോഡലിൽ പടം ആവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കാരണം ലാലേട്ടൻ ഇപ്പൊ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്, അത് തിരിച്ചു പോക്കാവരുത്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു പഴയ സത്യൻ അന്തിക്കാട് പടം 80s 90s കാലഘട്ടത്തിലെ സത്യൻ അന്തിക്കാട് ലാലേട്ടൻ കോംബോ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീല്,
ഒരു എന്താ പറയുക ഒരു സംതൃപ്തി അതെല്ലാം ഈ ഒരു പടത്തിലൂടെ കൊണ്ടുവരാൻ പറ്റട്ടെ. പിന്നെ ജൂണിൽ ഇറങ്ങുന്ന കണ്ണപ്പയാണ് ലാലേട്ടൻ്റെ നെക്സ്റ്റ് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവി. അതിലൊരു വലിയ റോൾ തന്നെയാണ് കാണുന്നത്. അത് പാൻ ഇന്ത്യൻ ആയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോഷി ഡയറക്ടറിലെ റംബാൻ ഒരു ഹൈലി വെയിറ്റിംഗ് ആയ ഒരു പടമാണ്, അതും ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒരുപാട് പടങ്ങളുണ്ട് ലാലേട്ടൻ്റെ. ഇപ്പം ഇറങ്ങാൻ പോകുന്നുണ്ട്, ഇപ്പം ഇറങ്ങാൻ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു കിട്ടിയ പേര് ഒട്ടും കുറയാതെ ഇതിലും വലിയൊരു പേരുണ്ടാവട്ടെ പാൻ ഇന്ത്യൻ ആയിട്ട്. ഒരുപാട് അന്യഭാഷ നടന്മാർക്ക് ഫേവറേറ്റ് ആയ ഒരു നടനാണ് ലാലേട്ടൻ. രജനീകാന്തൊക്കെ ഒരു സ്റ്റേജ് ഷോയിൽ പറഞ്ഞ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്, തിലകൻ പറഞ്ഞിട്ടുണ്ട്. തിലകൻ പറഞ്ഞൊരു വേർഡ് ഈ വീഡിയോയിലുണ്ട്. അതുകൂടാതെ തിലകൻ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ വലിപ്പം അറിയില്ല, ആനയുടെ വലിപ്പം അറിയാത്തതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒറ്റയാനെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ തരുൺ മൂർത്തി തുടരുന്നില്ല സിനിമയിലൂടെ. ഇതിലും ഉണ്ടത്രേ, നമുക്ക് കിട്ടാനുണ്ടത്രേ. എന്തായാലും ലാലേട്ടൻ്റെ ആക്ടിങ്ങിന്റെ മാജിക്കെല്ലാം തുറന്നു കിട്ടട്ടെ ഓരോ പടങ്ങളിലൂടെ. കട്ട വെയിറ്റിംഗ് ആണ് ഓരോ പടത്തിനായിട്ടും. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാണ് ലാലേട്ടനെ കൂടുതലായി എക്സ്പെക്ട് ചെയ്ത മൂവി ഏതാണ് ഹൈലി വെയിറ്റിംഗ് ആയ മൂവി? തുടരും ഈ റെക്കോർഡ് മറികടന്ന് 300 കോടിയൊക്കെ അടിക്കുമോ? എന്താണ് നിങ്ങൾക്ക് ലാലേട്ടൻ സിനിമകളെ കുറിച്ചും ലാലേട്ടൻ്റെ ഇനിയുള്ള ആക്ടിങ് സംഭവത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ താഴെ കമന്റ് ചെയ്യുക. മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.